ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തതായി ഇനി ആരാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അവരിലൂടെ എന്ത് മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പിന്നെ കളക്റ്റീവാണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസണേറ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്. അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് റോളായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം തിരിച്ചു ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരു റോൾ ഉണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ. എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട എന്തെങ്കിലും കാര്യം നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. നോക്കാം അതെന്താണെന്ന്. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറേ ആൾക്കാർക്ക് ഇത് പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഒരാളായിരിക്കാനാണ് സാധ്യത. വളരെ കുറച്ച് ആൾക്കാർക്ക് ഇത് നിങ്ങളെക്കാളും യങ് ഏജ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. എല്ലാവർക്കും ഇല്ല കേട്ടോ, ചില ആൾക്കാർക്ക് മാത്രമാണ് ഇത് നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് പരിചയപ്പെടുന്ന ഒരാൾ തന്നെ ആയിരിക്കാം. വളരെ സ്മാർട്ട് ആയിട്ടുള്ള വളരെ ഒരു പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തതായിട്ട് കടന്നു വരാൻ പോണത്. നമുക്ക് നോക്കാം. ഇത് മാത്രമായിരിക്കില്ല, ഇനി വരുന്ന എല്ലാ എനർജീസും ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. ഇത് ഒരുപാട് ആൾക്കാർ കാണുന്ന വീഡിയോ ആണ്, അപ്പം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ഈവൻ പയല് വെച്ചാൽ പോലും നമുക്കത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റൂല കേട്ടോ. ചിലപ്പോൾ അത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടുന്ന മാറിപ്പോവും. അപ്പം ഞാൻ പല സമയവും പയൽ വെച്ച് ചെയ്യാന്ന് പറയാറുണ്ട്. സാരമില്ല, ഇങ്ങനെ ചെയ്യുന്നതാണ് അവർക്ക് കംഫർട്ടബിൾ. കാരണം നിങ്ങൾക്ക് ഉള്ള മെസ്സേജസ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളത് സ്വീകരിക്കുക. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി ആണ് ആദ്യം വന്നിട്ടുള്ളത്. പിന്നെ നോക്കാം, നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾ കാത്തിരുന്നൊരു വ്യക്തിയായിരിക്കാം ഇത്. അതായത് ഇങ്ങനെ ഒരു പ്രണയം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രണയം സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കാം ഇത് നിങ്ങൾ. അപ്പോൾ ആ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ മോശം എക്സ്പീരിയൻസ് ഉണ്ടായേക്കാം. നിങ്ങൾ കൊടുക്കുന്നതൊന്നും തിരിച്ചു തരാതെ ഇരുന്ന ആൾക്കാരുടെ ഒരു ഇതുണ്ട് കേട്ടോ അതിനകത്ത്. കാത്തിരിപ്പ്. കാരണം നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നടക്കാതിരുന്ന ആൾക്കാരുണ്ട്, ചീറ്റിംഗ് കിട്ടിയ ആൾക്കാരുണ്ട്. പക്ഷേ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ ഒരാളിനെ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തതുപോലെ ആരെങ്കിലും എനിക്ക് തിരിച്ചൊരു പ്രണയം തന്നിരുന്നെങ്കിൽ അതേ അളവിൽ നിങ്ങൾ കൊടുത്ത എത്ര സിൻസിയർ ആയിരുന്നോ, അല്ലെങ്കിൽ എത്ര നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അതുപോലൊരു പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിലും നിങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ അത് പലരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, എൻ്റെ സോൾ കണക്ഷനുള്ള ഒരാൾ എന്നിലേക്ക് എത്തിയിരുന്നെങ്കിൽ. കാരണം അങ്ങനെയുള്ള അവരുമായിട്ടാണ് കൂടുതൽ നമുക്കൊരു ബോണ്ട് തോന്നണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രണയം തരാൻ പറ്റുന്ന, അത്രയും എനർജറ്റിക് ആയിട്ടുള്ള, അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇതില് ചിലപ്പോൾ ഈ ആള് ഒരു ബിസിനസ് ചെയ്യുന്ന ആളോ, അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇതൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു ഫാമിലി ഉള്ള ഒരാളായിരിക്കാനാണ് സാധ്യത കേട്ടോ. അങ്ങനെ കാണുന്നുണ്ട്. 10 ഓഫ് പെന്റക്കിൾസ് ഒരു ഫാമിലി ഉള്ള ഒരിതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഫാമിലി ഉള്ള ഒരാളും ആയിരിക്കാം. അത് എല്ലാവർക്കും അല്ല, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നത് മാത്രമേ എടുക്കാവൂ. ചിലപ്പോൾ അതൊരു ഡിവോഴ്സ് ചെയ്ത ഒരാളായിരിക്കാം. അങ്ങനെ കാണുന്നു. നോക്കാം.
3 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയും നിങ്ങളെ ഇതുപോലെ കാത്തിരുന്നതായിരിക്കാം. ചിലപ്പോൾ ഇത് വിദേശത്ത് നിങ്ങൾ നേരിൽ കണ്ടിട്ടില്ലാത്ത ആളായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ വഴി മാത്രം പരിചയപ്പെട്ട ഒരാളായിരിക്കാം. ആള് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇനിയും നേരിട്ട് കാണാൻ കുറേ കാലം എടുത്തേക്കാം. ചില ആൾക്കാർക്ക് കുറേ കാലം എടുത്ത് മാത്രം നിങ്ങൾ കണ്ടുമുട്ടേണ്ടി വരും എന്നാണ് കാണുന്നത്. പെട്ടെന്ന് കണ്ടുമുട്ടുന്ന ഒരു എനർജി അല്ല, കുറച്ച് കാത്തിരിക്കേണ്ടി വരും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടുമുട്ടാൻ. അങ്ങനെയാണ്. കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇതിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം. വളരെ ഇപ്പോൾ പ്രായം ചിലപ്പോൾ നിങ്ങളെക്കാളും കുറച്ച് കുറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ആയിട്ടുള്ള പ്രായം ഉണ്ടായിരിക്കുകയോ ഒക്കെ ചെയ്താലും ഇതിൽ ആറ്റിറ്റ്യൂഡിൽ ആള് കുറച്ച് ഒരു നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാനാണ് സാധ്യത. കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന, വളരെ കൃത്യതയുള്ള ഒരാളായിരിക്കാനാണ് സാധ്യത. ആള് ചിലപ്പം ഒരു കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന തരത്തിലുള്ള ഒരാളാണ്. നമ്മൾ ഉള്ളിൽ മാത്രം വെക്കുന്ന ഒരാളല്ല, ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരാളാണ് എന്നാണ് കാണുന്നത്. ഈ ആളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാക്കിയേക്കാം. അതായിരിക്കണം ഈ 10 ഓഫ് പെന്റക്കിൾസ് ഇവിടെ പറഞ്ഞത്, ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊരു ബിസിനസ് കൊളാബറേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ഈ വ്യക്തി മൂലം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതിൽ. ഈ നൈറ്റ് വീണ്ടും വന്നിട്ട്, അപ്പം നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൗവനം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, നിങ്ങളുടെ ഉള്ളിലും ഒരുപാട് പ്രണയം നിറയ്ക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ ആ ആളിന് അങ്ങനെ തന്നെ കാണുന്നുണ്ട്, കുറേ ട്രാവൽ ചെയ്ത് നിങ്ങളിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ 2 രാജ്യങ്ങളിലോ അല്ലെങ്കിൽ 2 സ്ഥലങ്ങളിലോ ഇപ്പം താമസിക്കുന്ന ആളായിരിക്കണം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ ത്രിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. എന്ത് കാര്യവും പെട്ടെന്ന് ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ചെയ്യുന്ന ഒരാളല്ല. എന്തെങ്കിലും കാര്യം വിചാരിച്ചാൽ അത് അപ്പം തന്നെ ചെയ്ത് തീർക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോണത് എന്നുള്ളതാണ്. യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളായിരിക്കാം. ഇതിലും അങ്ങനെ 3 ഓഫ് വാണ്ട്സും നൈറ്റ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെ ആയിരിക്കാം. പാസ്റ്റിൽ ചിലപ്പോൾ ഈ വ്യക്തി ഒരുപാട് യാത്ര ചെയ്യുന്ന ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കൂടുതൽ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇതിൽ എന്തെങ്കിലും ചില ആൾക്കാർ ചില കാര്യങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്ന ആളോ, ഏതെങ്കിലും വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മൈഗ്രേഷന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന ആളോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. ചിലർക്ക് ഇത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ ഈ അടുത്ത കാലത്തൊരു പ്രണയമായിട്ട് അത് രൂപാന്തരപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ആള് ചിലപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് ഒരു പ്രണയം തോന്നാനും സാധ്യതയുണ്ട്. ഈ ഒരു ടോപ്പിക്ക് കുറേ പ്രാവശ്യം എനിക്ക് റിക്വസ്റ്റ് വന്നതാണ്. ഞാനത് സമയം കിട്ടാത്തതുകൊണ്ട് മാറ്റിവെച്ച ഒരു ടോപ്പിക്കാണ് കേട്ടോ. അങ്ങനെയാണ്. ഇനി നോക്കാം. നൈറ്റ് ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്.
ഇതിൽ ഈ ഒരു റീഡിംഗ് കാണുന്ന കുറേയധികം ആൾക്കാർ, അത് പ്രായം ഏത് തന്നെ ആയാലും ഒരുപാട് പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ നൈറ്റ് എന്ന് പറയുന്നത് ഒരു യുവാവിൻ്റെ എനർജിയാണ്, യൗവനത്തിലുള്ള ആൾക്കാരുടെ എനർജിയാണ്. അപ്പോൾ മനസ്സെപ്പോഴും, നമ്മൾ പ്രായം എത്രയായാലും മനസ്സെപ്പോഴും ഒരു യൗവനത്തിൽ ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് അത് കിട്ടിക്കാണൂല, സാഹചര്യം ചിലപ്പോൾ അത് അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി കാണൂല. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ അത് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ചിലപ്പം ഇത് പാസ്റ്റിൽ കുറേ കാലം മുന്നേ നിങ്ങളെ അറിയാവുന്ന ആൾക്കാർ, പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന ആൾക്കാർ വീണ്ടും നിങ്ങളിലേക്ക് വീണ്ടും റീകണക്ട് ചെയ്യുന്ന ഒരു എനർജിയും കൂടി ഉണ്ട് ഇതിനകത്ത്. 7 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതിനകത്ത്. ഈ ഒരു 7 ഓഫ് കപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഒരുപാട് കഴിവുകൾ, കലാപരമായ കഴിവുകൾ, പാട്ട് പാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണ സംഗീതം ഒക്കെ ചെയ്യുന്ന ആൾക്കാരോ ഒക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കല ഉള്ളിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ്. ഒരുപാട് കഴിവുകളുള്ള ആൾക്കാർ, അത് ചിലപ്പോൾ പാസ്റ്റിൽ അവരത് ഒരു തൊഴിലായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ അത് നിർത്തിയിട്ട് ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. ഏസ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. വളരെ ക്ലിയർ ആയിട്ട് കാര്യം പറയുന്ന ഒരാളാണ്. ഒളിച്ചു വെച്ച് പറയുന്ന ആളായിരിക്കാനുള്ളൊരു സാധ്യതയില്ല. കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്ന ആളാണ്. ഈ ഒരു ആളുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ ജന്മത്തെക്കുറിച്ചും നിങ്ങളുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം, അല്ലെങ്കിൽ പണ്ടത്തെ നിങ്ങളുടെ സ്വപ്നം, ആ സ്വപ്നത്തെ ഷാർപ്പൻ ചെയ്യുന്നതാണ്. അത് കൂടുതൽ ബ്രൈറ്റ് ആക്കും. അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും. കാരണം പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങൾ പാട്ട് പാടുവോ, ഡാൻസ് ചെയ്യുവോ, അങ്ങനെ എന്ത് തന്നെയായാലും, വരയ്ക്കോ, എന്ത് തന്നെ ആയിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഈ ഒരു ആളിൻ്റെ സപ്പോർട്ട് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശസ്തിയും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ മറ്റുള്ളവരെ അറിയപ്പെടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കുറച്ച് ആൾക്കാർക്ക് ഇത് ഇപ്പോഴും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെ ഈ ഇടയ്ക്കായിരിക്കും ഒരു പ്രണയമൊക്കെ നിങ്ങൾക്ക് തോന്നിയത്. നിങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നിരിക്കാം. ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്ന, പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവച്ചിരുന്ന ആൾക്കാർ ഒരു പെട്ടെന്നൊരു സമയത്തൊരു പ്രണയം തോന്നിയതുമായിരിക്കാം. ഒരുമിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത ആൾക്കാരോ ആയിരിക്കണം. അങ്ങനെയുള്ളത് ഒരു എനർജിയും കാണുന്നുണ്ട് ഇതിനകത്ത്. നോക്കാം. ക്യൂൻ ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ് ഇതിലെ. നിങ്ങളുടെ ആ ഒരു യഥാർത്ഥത്തിലുള്ള ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ ഇവർ നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ്. ഇതിൽ ചില ആൾക്കാർ നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുകയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പ്രായത്തിൻ്റെ കാര്യത്തിലല്ല, അല്ലാതെ വളരെ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാനാണ് സാധ്യത. സ്ത്രീ ആയാലും പുരുഷനായാലും കുറച്ച് ഒരു മാസ്കുലൈൻ എനർജി കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഇതിപ്പം സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും അവരിൽ മസ്കുലിൻ എനർജി കുറച്ച് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കും. കാരണം അത്രയധികം ഇങ്ങനെ നാണത്തോടെ നിൽക്കുന്ന സ്ത്രീകളൊന്നും ആയിരിക്കില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ എല്ലാവരും റെസ്പെക്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ളൊരു സ്ത്രീകളെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ത്രീ ആയിരിക്കാനാണ് സാധ്യത. 9 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ഇത്
നിങ്ങൾ കാത്തിരുന്ന ഒരു എനർജിയാണെന്നാണ് കാണുന്നത്. നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട കുറേയധികം ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർക്കാൻ ഈ വ്യക്തി നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്യാൻ ഈ വ്യക്തി നിങ്ങളെ സഹായിക്കും. ഏറ്റവും കൂടുതൽ നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻ്റെ ആയി ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നതിനുള്ള ഒരു മുന്നോടിയായിട്ടായിരിക്കണം ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതെന്ന് കാണുന്നുണ്ട്. ലവേഴ്സ് കാർഡാണ്. അപ്പോൾ കുറേ ആൾക്കാർക്കും ഇതൊരു പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന നിങ്ങളുടെ മുൻജന്മത്തിൽ നിന്നും വന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കാനാണ് സാധ്യത. ഇവരുമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ അറ്റാച്ച്ഡ് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ഹാങ്ഡ് മാനാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് ഈ ഒരു കാര്യം ഉപകരിക്കും എന്നുള്ളതാണ്. ആളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ്. മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ്. നിങ്ങളെയും ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റും. തിരിച്ചു പോകാട്ടോ, അവർക്ക് നിങ്ങളെ കൊണ്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ സ്പിരിച്വൽ ഗ്രോത്തിനും പിന്നെ അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനും ഒക്കെ നിങ്ങളും സഹായിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. നമുക്ക് പിന്നീട് വീണ്ടും ഇങ്ങനെയുള്ള ടോപ്പിക് എടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതാണ്. അപ്പം നിങ്ങൾ ഒന്ന് ഇങ്ങനെയുള്ള റീഡിംഗ് ഇത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് പറയുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.